വൈകിട്ട് ചായയുടെ കൂടെ കറുമുറ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു പാത്രം നിറയെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ അയമോദകവും 2 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസസ് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് ഈ ഒരു കളറിലായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.